കഴിഞ്ഞ ദിവസം ജനപ്രിയവും ആളുകളെ ചേർത്ത് പിടിക്കുന്നത് മാത്രമല്ല ദീർഘവീക്ഷണമുള്ളതുമായ ഒരു ബജറ്റ് അവതരണം നമ്മൾ കണ്ടു നിർമ്മല സീതാരാമൻ്റെ. അതായത് വെറുതെ ജനപ്രിയമായ എന്തെങ്കിലും പറഞ്ഞു വെക്കുകയല്ല, നാളത്തേക്ക് വേണ്ടി വിരൽ ചൂണ്ടുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം കൂടി അതിലുണ്ടായിരുന്നു. വിപ്ലവകരമായ ഞെട്ടിപ്പിക്കുന്ന, അതായത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കേട്ടിരുന്നു പോയ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ഇനി കേരളത്തിൻ്റെ ബജറ്റിലേക്കാണ് വരുന്നത്. അത് നമ്മുടെ കൺമുന്നിൽ എത്തിക്കഴിഞ്ഞു. ശരി, അപ്പോൾ ബജറ്റ് പ്രതീക്ഷയിൽ കേരളം, അത് എന്താകും എന്നറിയാനുള്ള കാത്തിരിപ്പ്. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിൽ വയനാടിനും വിഴിഞ്ഞത്തിനും കൂടുതൽ പരിഗണന നൽകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് പരിഗണനാ വിഷയമാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മുന്നിലുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ടൂറിസം മേഖലയിൽ കൂടുതൽ വികസന പ്രഖ്യാപനം ഉണ്ടായതോടെ ഈ മേഖലയിലെ സാധ്യതകളും പരിശോധിക്കുമെന്ന് ധനമന്ത്രി ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. കെ.എൻ. ബാലഗോപാലുമായി ടിൻഡുദാസ് നടത്തിയ അഭിമുഖമാണിനി. 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. സർക്കാരിന് വളരെ കുറച്ച് സമയം മാത്രമാണ് മുന്നിലുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു ബജറ്റ് പ്രതീക്ഷയെന്ന് സംസ്ഥാനത്തിന്റെ ധനവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ.എൻ. ബാലഗോപാൽ നമ്മളെ പറ്റുന്നു. നമസ്കാരം. വളരെ കുറച്ച് സമയമാണുള്ളത്, ഏതാണ്ട് 10 മാസമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഇനിയിപ്പോൾ വാസ്തവത്തിൽ അടുത്ത ഒരു വർഷക്കാലം പിന്നെ കുറച്ച് സമയം കൂടി ഈ ഗവൺമെൻറ്റിനുണ്ട്. ഇതിനിടയ്ക്ക് കുറച്ച് തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നുണ്ടെന്നുള്ളതുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് അല്പം സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് എത്ര സമയമാണ് ഇനിയിപ്പോൾ ഒരു വർഷക്കാലമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക. കഴിഞ്ഞ വർഷം എനിക്കിതിന് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ടൂറിസം മേഖലയ്ക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രതിസന്ധിയായി മാറിയത് വയനാടായിരുന്നു. ടൂറിസം വയനാട് നമ്മൾ ടൂറിസത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മേഖല. അപ്പം വയനാടിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് ടൂറിസത്തെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ പ്രതീക്ഷിക്കാമോ? വയനാടിൻ്റെ പുനരധിവാസ പാക്കേജാണ്, നമ്മുടെ ചൂരൽമല ദുരന്തത്തിൻ്റെ പുനരധിവാസ പാക്കേജാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിനുള്ള പ്രവർത്തനം തുടങ്ങി. 2 സ്ഥലത്ത് ഭൂമി എടുക്കാനുള്ള ഈ ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, എസ്റ്റേറ്റ് മേഖലയാണ്. അതോടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങും. ഒരു വർഷം കൊണ്ട് ഏറ്റവും മിനിമം ഉള്ള ഒരു അവരുടെ റീസെറ്റിൽമെൻ്റ് എല്ലാം പൂർത്തിയാക്കാൻ പറ്റും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെ നമുക്ക് പറ്റുന്ന അത്രയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ ആകെയുള്ള ഫണ്ട് ശേഖരിച്ച് വിവിധ പദ്ധതികൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഉപയോഗിക്കണം. നമുക്ക് വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. കിട്ടുന്നത് ഉപയോഗിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ഇപ്പം നമുക്ക് നമ്മുടെ കുറച്ചുകൂടി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കുറച്ചുകൂടി പല മേഖലയിലും അഡ്വാൻസ്ഡാണ്, അല്ലെങ്കിൽ കുറച്ച് മേഖല വ്യത്യസ്തതയുണ്ട്. ഈ ടൂറിസത്തിൽ തന്നെ മറ്റൊരു കാര്യം, ഈ സീ പ്ലെയിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സീ പ്ലെയിൻ പോലുള്ള ടൂറിസം മേഖലകളെ കണക്ട് ചെയ്തുകൊണ്ട് അതിനൊക്കെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ധനസഹായം കണ്ടെത്തിക്കൂടെ? ഉറപ്പായിട്ട് സീ പ്ലെയിനും ഉഡാൻ പദ്ധതിയുണ്ട് ഈ ചെറുപട്ടണങ്ങളിലൊക്കെ. എന്ന് പറഞ്ഞാൽ ചെറുപട്ടണമല്ല, നമുക്ക് മെയിനായിട്ടുള്ള എയർപോർട്ട് അല്ലാതുള്ള ചെറുവിമാനങ്ങൾ പോകുന്നതിന്, ഹെലികോപ്റ്റർ പോകുന്നതിന്, അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ടൂറിസം കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ഇൻസൈഡ് പ്രദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഉപയോഗിക്കും. വലിയ തോതിലുള്ള വെട്ടിക്കുറവ് നമുക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷമായിട്ട്. അതിനെ സ്ട്രഗിൾ ചെയ്ത് നേരിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം നിലനിർത്തി പോകുന്നത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കൊടുത്ത കഴിഞ്ഞ 5 വർഷക്കാലം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 വർഷക്കാലം 35,000 കോടിയാണ് ചിലവാക്കിയതെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനം വരുമ്പോൾ 50,000 മുതൽ 55,000 കോടി വരെ കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ പെൻഷൻ തന്നെ അത്രയും വർധന വന്നിരുന്നു. അപ്പോൾ അത് കൊടുക്കും, പിന്നീട് ബാക്കി കാര്യങ്ങൾ പിന്നീട് നോക്കും. ഇതാണ് ഒരു കാര്യം. പിന്നെ മറ്റു കാര്യം ചോദിച്ചാൽ നികുതി പോലുള്ള കാര്യങ്ങളാണ്. പിന്നെ നികുതിയുടെ കാര്യത്തിൽ സാധാരണ ഏത് ഗവൺമെൻറ്റും ഓരോ ഘട്ടത്തിലും അല്പാൽപ്പം ചില മേഖലകൾ വർദ്ധിപ്പിക്കും. വലിയ തോതിലില്ല, എന്നാൽ എപ്പോഴും ഓരോ ഗ്രോത്തും ഓരോ വർഷവും വരുന്നതിനനുസരിച്ച് ചെറിയ ചില റിസോഴ്സസ് കണ്ടെത്താതെ പോകാൻ പറ്റില്ല. അതാണ് വിഴിഞ്ഞ വന്ന കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്സ് അല്ലെ അതിനുള്ള പദ്ധതി ആവിഷ്കാരങ്ങളുണ്ടോ? വിഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഗെയിം ചേഞ്ചറാണ്. വിഴിഞ്ഞ ഒരു ഇന്ത്യയുടെ തന്നെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു താക്കോലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കേരളത്തിന് അതിൻ്റെ ഈ ഇന്ത്യക്ക് ആകെ ബെനിഫിഷ്യലായിട്ടുള്ള ഒരു വലിയ പദ്ധതി, അത് മിക്കവാറും ഓൾമോസ്റ്റ് നമ്മൾ തന്നെ ഇപ്പോൾ ചിലവാക്കേണ്ടി വരിക. എന്നാൽ പോലും അത് കംപ്ലീറ്റ് ചെയ്യും. അത് വലിയ ഒരു മാറ്റം ഉണ്ടാക്കും. എക്കണോമിയുടെ രംഗത്തും വലിയ മാറ്റം ഉണ്ടാക്കും. സംസ്ഥാന ബജറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്.
വിഴിഞ്ഞ എന്ന കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലൊക്കെ ഉള്ള സാധ്യതകളൊക്കെ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും വളരെ ജനക്ഷേമമായിട്ടുള്ളൊരു ബജറ്റ് തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.